നമസ്കാരം. ഇന്ന് നമുക്ക് ഫിസിക്സിൻ്റെ സിഗ്നിഫിക്കൻറ്റ് നമ്പറിനെ കുറിച്ച് ഒന്ന് നോക്കാം. ആദ്യം ഒരു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. അത് കഴിഞ്ഞ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സിഗ്നിഫിക്കൻറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഞാൻ ആദ്യം പറയാം, പിന്നെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നമ്പർ എഴുതിയെന്ന് വിചാരിക്കാം 2300. ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത് പ്രിസിഷനിലാണ്. എന്തുമാത്രം പ്രിസൈസ് ആണ് നമ്മുടെ റീഡിങ്സ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വാല്യൂസ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ 2300 നമ്മൾ വരുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഒരുപാടുണ്ട്, അത് വേണമെങ്കിൽ പിന്നീട് പറയാം. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ ഇത് രണ്ടെണ്ണം മാത്രം എടുത്താൽ മതി, സീറോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അതായത് ഡെസിമൽ ഇല്ലാത്ത സാധനത്തിന് ഞാൻ ആദ്യം പറയാം. അപ്പോൾ 2300 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 2 ആയിരിക്കും. അതിനുശേഷം നമ്മളിപ്പോൾ 23000 ഒരു സീറോയും കൂടെ ഇട്ടാലും നമ്മൾ ഈ രണ്ടെണ്ണം മാത്രം എടുത്താൽ മതി. അന്നേരവും അതിൻ്റെ നമ്പർ 2 ആയിരിക്കും. അതേസമയം ഇപ്പോൾ നമ്മൾ 23001 ഉണ്ടെന്ന് വിചാരിക്കുക. കാരണം ഈ സീറോന് ശേഷം എന്തെങ്കിലും ഒരു നോൺ സീറോ നമ്പർ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് 1 2 3 4 5 ആയിരിക്കും. അപ്പം ഈ സാധാരണ ഡിജിറ്റ്സ് വരുമ്പോഴത്തേ മനസ്സിലായല്ലോ. പിന്നെ ചുമ്മാ ചിലർ ഇടത്തില്ലേ 02300 ഇങ്ങനെ വന്നാലും ഈ മുമ്പിലത്തെ സീറോയും എടുക്കണ്ട, ബാക്കിലത്തെ 2 സീറോയും എടുക്കണ്ട. ഇതിലും നമുക്ക് 2 തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് നോർമൽ നമ്പേഴ്സ്. ഇനി ഡെസിമൽസ് വരുന്ന കേസിലാണെങ്കിൽ നമുക്ക് നോക്കാം. 23.005 ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. അപ്പം നമുക്കിതെല്ലാം എടുക്കണം. 1 2 3 4 5. ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇനി കേസ് നോക്ക്, 23.00 മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ഈ പോയിൻറ്റിന് ശേഷമുള്ള സീറോ വന്നാലും അതും നമുക്ക്, കാരണം ഇതതിൻ്റെ പ്രസിഷനാണ് കാണിക്കുന്നത്. ഇപ്പോൾ 23 സെൻറ്റിമീറ്റർ 00 മില്ലിമീറ്റർ. അപ്പം നെക്സ്റ്റ് ചിലപ്പം 01 വന്നാലോ. അതുകൊണ്ട് ഇത്രയും പ്രസിഷനിലാണ് നമ്മൾ എടുക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത് 2 സീറോ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം വരുന്നതെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി നോക്ക് 0.12 ഇതിൻ്റെ എത്രയായിരിക്കും? ഇതിൽ ഈ സീറോ നമ്മൾ എടുക്കണം, ഡെസിമലിന് ഇപ്പുറത്തുള്ളത്, പോയിൻറ്റിന് ഇപ്പുറത്തുള്ളത് നമ്മൾ എടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് 2 ആയിരിക്കും. ഇനി നോക്കുക 0.0012 എന്ന് എടുക്കുക. അങ്ങനെയാകുമ്പോൾ അതിന് ഇതിൻ്റെ ഇപ്പുറത്തേ ഉള്ള സീറോ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഇതിന് നമുക്ക് ഈ രണ്ടെണ്ണം മാത്രം എടുത്താൽ മതി, അതാകുമ്പോൾ 2. ഇനി നോക്കാം 0.0012 ഇപ്പുറത്തൊരു സീറോ ഒന്നെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ പ്രസിഷൻ ഒന്നുകൂടെ കൂടി, ഒരു പോയിൻ്റ് കൂടെ കൂടുതൽ നമ്മൾ പ്രിസൈസ് ആയിട്ട് എടുക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തെ സീറോസ് ഒന്നും നമുക്ക് എടുക്കണ്ട, പക്ഷേ ഈ സീറോ എടുക്കണം. അപ്പോൾ ഇവിടെ 3 ആയിരിക്കും. ഈ ഡിഫറൻസ് മനസ്സിലായല്ലോ. അതായത് ഡെസിമൽ ഒന്നുമില്ലാത്ത കേസിൽ നമുക്ക് ഈ ബാക്കിലുള്ള സീറോ എടുക്കണ്ട. അതിൽ ഇത് മാത്രം, ഇതിപ്പോൾ 2300 എന്നാണെങ്കിൽ 2 മാത്രമേ ഉള്ളൂ നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇതിൽ വന്നിട്ട് എത്ര സീറോ ഇതിന് ശേഷം ഡെസിമൽ ഇല്ല എന്നുണ്ടെങ്കിൽ, നോർമൽ നമ്പേഴ്സ് ആണെങ്കിൽ എത്ര സീറോ ഇതിൻ്റെ ഇപ്പുറത്ത് വന്നാലും നമ്മുടെ നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി. പക്ഷേ ആ സീറോന് ശേഷം നമ്മുടെ ഏതെങ്കിലും 1 2 3 4 എന്തെങ്കിലും നമ്പർ വന്നാൽ, ലൈക്ക് 230012 അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര എണ്ണമായി? എല്ലാം കൂടെ 6 എണ്ണമായി. അതിൽ 6 എണ്ണം വരും. പക്ഷേ ഈ 1 2 ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് 4 ഉള്ളൂ, 2 ഉള്ളൂ. ഇവിടെ ഇല്ലെങ്കിൽ അത് എടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ മുൻപിൽ സീറോ വന്നാലും ഈ സാധനം മാത്രം എടുത്താൽ മതി. ഇനി പോയിൻ്റ് ഉള്ള കേസിൽ വന്നു കഴിയുമ്പം നമുക്ക് എത്രയാണോ പോയിൻറ്റിന് ശേഷമുള്ളത് അതെല്ലാം എടുക്കണം. ഇങ്ങനെ പോയിൻറ്റിന് ശേഷം എന്തെങ്കിലും ഡിജിറ്റ് വന്നാലും വന്നില്ലെങ്കിലും. ഇതിലെന്താണ് 23.00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റിന് ശേഷം 2 സീറോ വന്നതുകൊണ്ട് 4 ആയി. ഇതിപ്പോൾ 23.000 ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? ഇതിന് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് 5 ആയേനെ. ഇപ്പോൾ 23.0000 4 ഉണ്ടായിരുന്നെങ്കിൽ 6 ആയേനെ. അതേപോലെ തന്നെ. പക്ഷേ ഇങ്ങനെ 0. വന്നാൽ ഈ സീറോ എടുക്കണ്ട. 0.0012 എന്ന് വന്നാൽ ഇങ്ങനത്തെ ഒന്നും എടുക്കണ്ട. പക്ഷേ ഇതിന് ശേഷം പോയിൻ്റ് ഉള്ളതിൽ ഇതിന് ശേഷം വരുന്ന സീറോസ് നമ്മൾ കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് പോയിൻ്റ് ഉള്ള കേസിൽ. ഇനി വേറെ കേസസ് നമുക്ക് വരുന്നത്, നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും, ഈ പോയിൻറ്റ്സ് ഉള്ളതിൻ്റെയൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള കേസാണ്. ഞാൻ മായ്ച്ചിട്ട് 2
നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക എന്ന് വിചാരിച്ചു. അത് നമുക്ക് ഇങ്ങനെയുള്ള നമ്പേഴ്സ്, അതായത് ഇപ്പോൾ 23.23 ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്? ഇപ്പം 2.251 ഇതാണ് രണ്ട് നമ്പർ നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ അഡീഷൻ എന്ത് ആൻസർ വരും, ഇങ്ങനെയൊക്കെയാണ് പ്രോബ്ലംസ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യുക. 1 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ആൻസർ. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് നമ്പർ എത്രയാണെന്ന് നോക്കി, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണെന്ന് നോക്കി. ഇതിൻ്റെ എത്രയായിരിക്കും? 1 2 3 4. ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഫിഗർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇതിൻ്റെയോ? ഇതിൻ്റെ 1 2 3 4. ഓ, ഇതിലും സെയിം ആയിട്ട് വന്നു, 4 വന്നു. രണ്ടിനും 4 തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിൽ 4 തന്നെ വേണം. അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ 5 ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 25.48 എന്ന് മാത്രം എടുത്താൽ മതി. കാരണം ആൻസറിൽ നമുക്ക് ഇത്ര തന്നെ വരാൻ പാടുള്ളൂ. അപ്പോൾ 2022 ഒരു പ്രോബ്ലമാണ് ഇതായിട്ട് നമ്മളിപ്പം നോക്കിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് ബന്ധപ്പെട്ട ദ ഫൈനൽ റിസൾട്ട് ഓഫ് ദ സം ഓഫ് ദ നമ്പേഴ്സ് 523.32, 1.21524 ആൻഡ് 107.3 റൗണ്ടഡ് ടു കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ്. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യണം. ഇതിൻ്റെ ആൻസർ കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലാക്കി തരാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പം നമുക്ക് നോക്കുമ്പോൾ എല്ലാം സെയിം ആൻസേഴ്സ് ആണ്. പോയിന്റിന് ശേഷമുള്ള ഭാഗം മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. പകരം നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഏതാണെന്ന് നോക്കാം. അതായത് 523.32ൻ്റെ എത്രയായിരിക്കും സിഗ്നിഫിക്കൻറ്റ് നമ്പർ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ളതാണെങ്കിൽ 1 2 3 4 5 5 ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അടുത്തത് 1.21524. ഇതിൻ്റെ കേസിൽ വരുമ്പോൾ 1 2 3 4 5 6 6 ആയിരിക്കും ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. പിന്നെ 107.3 ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിന് 1 2 3 4 4 ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പോൾ ഇങ്ങനെ അഡീഷൻ വരുമ്പോൾ നമ്മുടെ റൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്താണോ അതായിരിക്കണം ഉത്തരത്തിലും ഉണ്ടാവേണ്ടത്. പ്ലസ് ഒരു കണ്ടീഷൻ കൂടെ അഡീഷനിലും സബ്ട്രാക്ഷനിലും ഉണ്ട്. അതായത് ഈ പറഞ്ഞ ഇതിൽ ഏറ്റവും മിനിമം ഈ പോയിൻ്റ് കഴിഞ്ഞിട്ട്, ഡെസിമൽ കഴിഞ്ഞിട്ട്, പോയിൻ്റ് കഴിഞ്ഞിട്ട് മിനിമം ഇതിനകത്ത് എത്രയാണുള്ളത് അത്രയും കൂടെ ആൻസറിൽ വേണം. ഈ രണ്ട് കണ്ടീഷനുണ്ട്. ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വേണം, ഈ പോയിൻറ്റിന് ശേഷം എത്രയാണോ ഉള്ളത് അതും വേണം. അപ്പോൾ നമുക്കിത് രണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വെച്ചാൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരെണ്ണം വേണം. അത് ഇത് തന്നെയാണ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറും 4 തന്നെയാണ്. അപ്പോൾ ഇതായിരിക്കും ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലെ ഒരു പ്രോബ്ലമാണ്. 2021 വന്ന ഒരു പ്രോബ്ലമാണിത്. ദ റേഡിയസ് ഓഫ് എ സർക്കുലർ പ്ലേറ്റ്. ഒരു സർക്കുലർ പ്ലേറ്റിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 1.05 മീറ്റേഴ്സാണ് റേഡിയസ് തന്നിരിക്കുന്നത്. ഇറ്റ്സ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയറിലുള്ള ഏരിയ കണ്ടുപിടിക്കണം. അത് അപ് ടു കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു πr². ഇതിലാർക്കും ഡൗട്ടില്ലല്ലോ. പൈ നമുക്കറിയാം 3.14 നമ്മൾ റൗണ്ട് ചെയ്ത് എടുക്കാറുള്ളതാണ്. ഇൻറ്റു 1.05 ഇൻറ്റു 1.05 ഡയറക്റ്റ് നമ്മൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഈ 5 ലാസ്റ്റ് വരുന്ന നമ്പേഴ്സൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു ഈസി റൂളുണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 25 ഇൻറ്റു 25 അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ 2ൻ്റെ അടുത്ത നമ്പർ ലാസ്റ്റ് എല്ലാത്തിനും 25 ആയിരിക്കും വരുന്നത്. 2ൻ്റെ നെക്സ്റ്റ് ഡിജിറ്റ് നോക്കുക, 2 ഇൻറ്റു 3 അപ്പോൾ 6 ആയിരിക്കും. സെയിം നമ്മൾ എന്ത് 15 ഇൻറ്റു 15 നോക്കുക, ലാസ്റ്റ് 25 ആയിരിക്കും. 1ൻ്റെ അടുത്ത് എന്താ 2 അല്ലേ, 1 ഇൻറ്റു 2 നെക്സ്റ്റ് നമ്പർ 2 ആണ്. അപ്പോൾ 225. ഇപ്പോൾ 35 ഇൻറ്റു 35 അതപ്പോൾ എന്തായിരിക്കും? ലാസ്റ്റ് എന്തായാലും 25 ആയിരിക്കും. 3 ഇൻറ്റു 4 4 3 12. അപ്പോൾ 1225 ആയിരിക്കും ആൻസർ. അതേപോലെ നമ്മളിപ്പം പോയിൻ്റ് ഇല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ 105 ഇൻറ്റു 105 ലാസ്റ്റ് എന്തായാലും 25 ആയിരിക്കും. പിന്നെ ഈ 10ൻ്റെ അടുത്തതെന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പോൾ 10 ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ 110. അപ്പോൾ 11025 ആയിരിക്കും ഇതിൻ്റെ ആൻസർ ഇത്. അപ്പോൾ നമുക്കൊരു 11025 ഉണ്ട് ഇൻറ്റു 3.14 മൾട്ടിപ്ലൈ ചെയ്യാം. 14 20 4 52011. ഇനി 13 15 ശിഷ്ടം 1
ഒന്ന് 7 0 3 3 0 5 8 6 4 3. ഇത്രയും ഉണ്ട്. നമുക്ക് പോയിന്റ് ഇടേണ്ടത് 1.0 1 2 3 4 5 6. അപ്പോൾ 1 2 3 4 5 6. അപ്പം ആക്ച്വലി 3.4168 അല്ല 461,850 ആണ് വരുന്നത്. അപ്പോൾ അത് നോക്കുക. ഇതിനകത്തൊന്നും ആ ഒരു നമ്പരൊന്നും ഇല്ല. എന്നാലും അപ്രോക്സിമേറ്റ്ലി അടുത്തായിട്ട് വരുന്നത് നമുക്കിതായിട്ട് കാണാം. കാരണം പൈൻ്റെ വാല്യൂ മാറ്റി കൊടുക്കുന്നതനുസരിച്ച് മാറുമല്ലോ. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിക്കുന്ന കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം നോക്കുക. ഇതിന് എത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്നത്? 1 2 3. ഇതിന് 3 വരുന്നു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇതിലും 3 ആണ്, ഇതിലും 3 ആണ്. അപ്പോൾ ലീസ്റ്റ് എന്നോ ഏതിനകത്ത് ശരിക്കും മൾട്ടിപ്ലിക്കേഷനിലാണെങ്കിലും ഡിവിഷനിലാണെങ്കിലും ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഏത് വരുന്നോ അത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് കുറഞ്ഞതും കൂടിയതും ഒന്നും ഇല്ല, എല്ലാം സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് 3. അപ്പോൾ നമ്മളുടെ ആൻസറിൽ നമുക്ക് 3 വരണം സിഗ്നിഫിക്കൻറ്റ് നമ്പർ. അപ്പോൾ ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് എഴുതുവാണെങ്കിൽ ഇറ്റ് ബിക്കംസ് 3.46 ആകും ഇതിൻ്റെ ആൻസർ. കാരണം ഇതിന് സിഗ്നിഫിക്കൻറ്റ് നമ്പർ 3 ആണുള്ളത്. അപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ആൻസർ എവിടെയാണെന്ന് നോക്കാം. കാരണം ഇത് നമുക്ക് പറയാൻ പറ്റില്ല. 3.4647 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് നമുക്ക് ആൻസർ ഇങ്ങനെയായിട്ട് എഴുതാം. കാരണം 3.82ലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഈ രണ്ടെണ്ണം മാത്രമേ നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് നമ്പർ 3 ആയിട്ടുള്ളൂ. ഇതിന് സിഗ്നിഫിക്കൻറ്റ് നമ്പർ 4 വരും, ഇതും 4 വരും, ഇതും 4 വരും. അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ലീസ്റ്റ് ആയിട്ടുള്ള നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഏതാണോ അതും ആയിരിക്കണം നമ്മുടെ ആൻസറിലുള്ള നമ്പർ. അപ്പോൾ എ ഈസ് ദ ആൻസർ. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ എഴുതി അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.